പേഷ്യൻ്റ് ക്ലിനിക്കിലേക്ക് വരുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൂത്തിൽ ഫോക്കസ് ചെയ്യാതെ അതിന് ചുറ്റും ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ട്, അത് ജീവനുള്ള ഒരാളാണ്, അത് ഒരു എൻറ്റയർ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ടൂത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ആ ടൂത്ത് ഒരു മനുഷ്യൻ്റെ ഭാഗമാണെന്നും ആ ഒരു ടൂത്ത് ട്രീറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു എൻറ്റയർ ഹ്യൂമൻ ബീയിങ്ങിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു കറിക്കത്തി അടുക്കളയിലുള്ള ഒരു അമ്മയുടെ കയ്യിൽ അത് യൂസ്ഫുള്ളാണ്, അതേ സമയത്ത് ഒരു കൊലപാതകയുടെ കയ്യിൽ കത്തി ദോഷമാണ്. അതേപോലെ തന്നെയാണ് ഫ്ലൂറൈഡ് ഏത് രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആപ്ലിക്കേഷൻ പോലെ ഇരിക്കും. അതെ, ലോകം മൊത്തം, സ്പെഷ്യലി ഇവിടെ ഞാൻ പറയണില്ല, ഞാൻ പുറത്തേക്കുള്ള പല രാജ്യങ്ങളിലും ബ്രസ്റ്റ് ഫീഡിങ്ങിനെ അത്ര നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണില്ല. അതിന് പകരം ഫോർമുലാസ് മതി. അതിൻ്റെ പ്രധാന കാരണങ്ങൾ കുഞ്ഞിൻ്റെ പല്ലിനത് കേടാവും, ജോസിനെ അത് ഡാമേജ് ചെയ്യും എന്നൊക്കെ ഉള്ള സ്റ്റഡീസ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പല ഡോക്ടേഴ്സും ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അന്നത്തെ പല്ലുകളിനകത്ത് കേടുവരെ നമുക്ക് കുറവായിരുന്നു. നമുക്ക് ആ ഏത് ബോൺ എടുത്ത് നോക്കിയാലും അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ പല്ലുകളും ഇരിക്കുന്ന കാണാം. അന്നത്തെ ആൾക്കാർ ബ്രഷ് ചെയ്തിരുന്നില്ല, അന്നത്തെ ആൾക്കാർ എന്താ പറയുക ഓയിൽ പുള്ളിങ് ചെയ്തിരുന്നില്ല, അന്നത്തെ ആൾക്കാർ ഫ്ലോസിങ് ചെയ്തിരുന്നില്ല, അന്നത്തെ ആൾക്കാർക്ക് ഡെൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നത്തെ പല്ലുകളുടെ കേട് കുറവായിരുന്നു. അതായത് പണ്ട് ഒരു പെർ ഡേ ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour നമ്മൾ ചൂ ചെയ്യാൻ ഉപയോഗിക്കുമായിരുന്നു. അത് ഗ്രാജുവലി ഒരു 4 minutes ചൂയിങ് ആയി. സ്മൈൽ ഇസ് എ മോസ്റ്റ് പവർഫുൾ വെപ്പൺ എന്ന് പറയും അല്ലേ? കാരണം വിത്തൗട്ട് ഈവൻ ലിഫ്റ്റിംഗ് എ സിംഗിൾ ഫിംഗർ ഒരാളെ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും എളുപ്പത്തിൽ വിൻ ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ല സ്മൈലോട് കൂടിയാണ്. ബട്ട് വാട്ട് ഈസ് എ കോസ്റ്റ് ഓഫ് എ ഗുഡ് സ്മൈൽ? ഇസ് ഇറ്റ് എ ഗുഡ് ജോബ്? ഇസ് ഇറ്റ് ലോട്ട്സ് ഓഫ് മണി ഇൻ ദ ബാങ്ക്? അതല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ് ധരിക്കുമ്പോഴാണോ, നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോഴാണോ? പക്ഷെ ചിലപ്പോഴൊക്കെ ഇറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ഓഫ് എ ലിറ്റിൽ പിഞ്ച് ഓഫ് സയൻസ് ആൻഡ് മാജിക് ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ അഖിലാണ്, ഫ്രം അമൃതം സൂപ്പർ സ്പെഷ്യാലിറ്റി ഡെൻ്റൽ ക്ലിനിക്, കൊട്ടാരക്കര. Welcome, doctor. And today he's here with us to talk about the art, the science and magic behind many beautiful smiles. Welcome. Thank you. നമുക്ക് ഹോളിസ്റ്റിക് ഡെൻറ്റിസ്ട്രിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പം ബയോളജിക്കൽ ഡെൻറ്റിസ്ട്രി അല്ലെങ്കിൽ ഹോളിസ്റ്റിക് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഈ ഒരു ഡെൻ്റൽ ഹെൽത്ത് അറീനയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻസ് വേൾഡ് വൈഡിൽ വരുന്നൊരു കാര്യമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പം what do you think? What is your take about it? Because I don't think many people are actually taking the middle path. It is either all at once or nothing at all. അപ്പോൾ either people are going too much into the holistic approaches അല്ലെങ്കിൽ ഈ എക്സ്ട്രീം എൻഡിലായിരിക്കും. So as a dentist, I would like to know what is your take on this? Okay. ഈ ഹോളിസ്റ്റിക് ഡെൻറ്റിസ്ട്രി അല്ലെങ്കിൽ ഈ നാച്ചുറൽ ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വേർഡ് കേട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിൽ നിന്നോ കുറച്ച് കാര്യങ്ങൾ കുറച്ച് പേര് പറയുന്നത് കേട്ടിട്ടുള്ളത്. നമ്മൾ ഇതിനെക്കുറിച്ച് ശരിക്കും എന്താണെന്ന് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹോളിസ്റ്റിക് ഡെൻറ്റിസ്ട്രി എന്ന് പറയുമ്പം നമ്മളുടെ ഇപ്പോഴത്തുള്ള കൺവെൻഷണൽ ഡെൻറ്റിസ്റ്റുകളെല്ലാം ഇതിനെ അടച്ചാക്ഷേപിക്കാം. ലൈക്ക് ഇത് ശരിയായിട്ടുള്ള പ്രാക്ടീസ് അല്ല, ശരിക്കുള്ള ഡെൻറ്റിസ്ട്രി ഇതല്ല, ഇതിനകത്ത് സയൻറ്റിഫിക് പ്രൂഫ്സ് ഇല്ല, ഇങ്ങനെ ഇപ്പം ലൈക്ക് ഓയിൽ പുള്ളിങ് ഇങ്ങനത്തെ കുറച്ച് ചെറിയ കാര്യങ്ങളെക്കുറിച്ച് സയൻറ്റിഫിക് പ്രൂഫ്സ് ഇല്ല, അതുകൊണ്ട് അത് വാലിഡ് അല്ല എന്ന് പറയുന്നൊരു കൂട്ടം ഡെൻറ്റിസ്റ്റുകളുണ്ട്. അതേ സമയത്ത് കൺവെൻഷണൽ ഡെൻറ്റിസ്ട്രി ലൈക്ക് റൂട്ട് കനാൽ, ഇംപ്ലാൻസ്, ഫില്ലിംഗ്, അമാൽഗം ഫില്ലിംഗ്, കോമ്പോസിറ്റ് ഫില്ലിംഗ്, ഇതെല്ലാം തെറ്റാണ്, ഇതിന് പകരം നമ്മൾ ഹോളിസ്റ്റിക് അപ്രോച്ചസ് എടുക്കണം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡെൻറ്റിസ്റ്റുകളുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് നോർമൽ പേഷ്യൻസ് ആണ്. കാരണം അവർ ഒരാളിൽ നിന്ന് നോളജ് സ്വീകരിക്കുന്ന സമയത്ത് ഒരാൾ പറയുന്നു എ ബിഗ് നോ, ഒരാൾ പറയുന്നു എ ബിഗ് യെസ്. അപ്പോൾ അവരിതിൽ ഏതെടുക്കും? അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് അവർ കഷ്ടപ്പെടും. അപ്പം ആസ് എ ഡെൻറ്റിസ്റ്റ് എൻ്റെ ഉത്തരവാദിത്വമാണ് ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അതായത് പണ്ട് ഒരു പല്ലിനകത്ത് കേടുണ്ടെങ്കിൽ ആ കേടിനെ ഹോളായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അതൊരു എന്താ പറയുക, ഒരു ചെറിയ കേടാണെങ്കിലും വലിയൊരു ക്യാവിറ്റി ഉണ്ടാക്കി അതിനെ അടയ്ക്കുക. അവിടുത്തെ ഏറ്റവും വലിയ ഫോക്കസ് ആ കേടായിരുന്നു. ഗ്രാജുവലി ഡെൻറ്റിസ്റ്റുകൾ ബയോമിമെറ്റിക് ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഹോൾ ടൂത്തിനെ അവർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നേരത്തെ ഒരു പേഷ്യൻ്റ് ഒരു കേടുമായിട്ട് വരുമ്പം അവരുടെ എല്ലാം ഫോക്കസ് ആ കേടിലായിരുന്നു. ഗ്രാജുവലി അവർ ആ കേട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ടൂത്തിൻ്റെ ഹോൾ വെൽനെസ് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഹോൾ ടൂത്തിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതിനകത്തൂടെയാണ് ബയോമിമെറ്റിക് ഡെൻറ്റിസ്ട്രി ഇപ്പം ഒരുപാട് വേൾഡ് വൈഡായിട്ട് ഇവോൾവ് ചെയ്യണത്. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ
ഇപ്പോൾ ഫ്ലൂറൈഡ് ഫില്ലിങ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പല പ്രാക്ടീസസും ഇപ്പോൾ ഉള്ള പലതരത്തിലുമുള്ള സ്റ്റഡീസും കാണിക്കുന്നത് ദീസ് ആർ നോട്ട് ജസ്റ്റ് ഇഷ്യൂസ് ദാറ്റ് റിലേറ്റ് ടു യുവർ മൗത്ത് ഓർ യുവർ ടീത്ത്, ബട്ട് ഒരു ലൈഫ് ത്രെറ്റനിങ്, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഫുൾ ബോഡീൻ്റെ ഹെൽത്തിനെ ഹോളിസ്റ്റിക്കലി Yeah. നമ്മുടെ ഒരു ഇപ്പോൾ ഫ്ലൂറൈഡ് ഫില്ലിംഗ് ആവട്ടെ, റൂട്ട് കനാൽ ആവട്ടെ, ഇതേപോലുള്ള പല ട്രീറ്റ്മെൻറ്റ്സും പ്രൊസീജിയേഴ്സും നമ്മുടെ ടോട്ടാലിറ്റിയിലുള്ള ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് എന്നുള്ള തരത്തിൽ Exactly. പലതരത്തിലും സ്റ്റഡീസ് വരുന്നുണ്ട്. അത് സോ വാട്ട് ഡു യു ഹാവ് ടു ടെൽ അബൌട്ട് ദാറ്റ്? ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു സിംഗിൾ കേടിൽ നിന്ന് സിംഗിൾ ടൂത്തിലേക്ക് വന്ന അപ്രോച്ച് വരെയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡെൻറ്റിസ്റ്റുകളും എത്തി നിൽക്കുന്നത്. ഹോളിസ്റ്റിക്കിൽ നമ്മൾ ആ ഒരു പേഷ്യൻ്റ് പല്ലിൽ പ്രശ്നമായിട്ട് വരുമ്പോൾ നമ്മൾ ആ ഹോൾ പേഷ്യൻറ്റിനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മളൊരു പേഷ്യൻ്റ് ക്ലിനിക്കിലേക്ക് വരുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൂത്തിൽ ഫോക്കസ് ചെയ്യാതെ അതിന് ചുറ്റും ഒരു ഹ്യൂമൻ ബീയിങ് ഉണ്ട്, അത് ജീവനുള്ള ഒരാളാണ്, അത് ഒരു എൻറ്റയർ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ടൂത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ആ ടൂത്ത് ഒരു മനുഷ്യൻ്റെ ഭാഗമാണെന്നും ആ ഒരു ടൂത്ത് ട്രീറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു എൻറ്റയർ ഹ്യൂമൻ ബീയിങ്ങിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഹോളിസ്റ്റിക് ഡെൻറ്റിസ്ട്രി. നമ്മളൊരു പല്ലിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ പല്ലിന് ചുറ്റുമുള്ള ഹോൾ ഹ്യൂമൻ ബീയിങ്ങിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതിനകത്തൂടെ ഒരു ഡെൻറ്റിസ്റ്റിന് ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് നല്ലൊരു ചേഞ്ചും വരുത്താം, അയാളുടെ ഒരു ലൈഫ് ക്വാളിറ്റി എൻറ്റയർലി നശിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ചേഞ്ചും വരുത്താം. ബട്ട് യുനോ ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ഈ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഡെൻറ്റിസ്ട്രിയിൽ മാത്രമല്ല. ഇപ്പം അതെ. വെയർ മെൻഷനിങ് അബൌട്ട് ഓയിൽ പുള്ളിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പ്രാക്ടീസസും ഇപ്പം ദർ ആർ സം വെരി ഫ്യൂ പീപ്പിൾ ഹൂ ഹാവ് റിസോർട്ടഡ് ടു നമ്മുടെ ചാർക്കോൾസ് ഒക്കെ യൂസ് ചെയ്യുന്നതും അങ്ങനെ പല കാര്യങ്ങളും ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഐ ഫീൽ ദാറ്റ് ത്രൂ ഔട്ട് ഒരു വേൾഡ് വൈഡിൽ, നോട്ട് നമ്മുടെ ഇങ്ങോട്ടുള്ള സൗത്ത് ഏഷ്യൻ പാർട്സിലോ അതല്ലെങ്കിൽ ഇന്ത്യയിലോ ഒന്നുമല്ല, വേൾഡ് വൈഡ് ഈ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് മൊത്തത്തിലുള്ള നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലാവട്ടെ, ഹോളിസ്റ്റിക് ഹെൽത്തിലാവട്ടെ ഒക്കെ ആൾക്കാർ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. അതെ. ഓക്കെ, സോ ഇത് ഡെൻറ്റിസ്ട്രിയിലേക്കും കൂടി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വലിയ തോതിൽ സ്പ്രെഡായി വരുന്നുണ്ട്. ഇപ്പോൾ സോ റൈറ്റ് ഫ്രം ദ ടൂത്ത് പേസ്റ്റ്, റൈറ്റ് ഫ്രം ദ പ്രോഡക്ട്സ്, മൗത്ത് വാഷ് ദറ്റ് പീപ്പിൾ ആർ യൂസിങ്, ആൻഡ് എല്ലാ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ദാറ്റ് യു യൂസ്, എസ്പെഷ്യലി വെൻ ഐ എം സേയിങ് അബൌട്ട് ഈ പറയുന്ന മോഡേൺ ടെക്നിക്സ് ആയിക്കോട്ടെ, ടൂൾസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുള്ള ഒരു, അതല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാർക്ക് കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്ലൂറൈഡ് തന്നെയാണ്. അപ്പം എത്ര ടോക്സിക് ആണ് അല്ലെങ്കിൽ എത്ര ടോക്സിക് അല്ല ഫ്ലൂറൈഡ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഈ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റി, നമ്മൾ ഇപ്പം ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ഫ്ലൂറൈഡിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും ഫ്ലൂറൈഡിനെ നല്ല വശങ്ങളെക്കുറിച്ചേ പറയുള്ളൂ. പക്ഷെ ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ അടുത്ത് നിങ്ങൾ ഫ്ലൂറൈഡിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൂറൈഡിൻ്റെ ദോഷങ്ങളെ പറയത്തുള്ളൂ. കാരണം അവർ രണ്ടുപേരും രണ്ട് ആസ്പെക്റ്റിലാണ് ചിന്തിക്കുക. അതായത് പണ്ട് US കൊളറാഡോ സ്പ്രിങ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്റ്റഡി നടത്തിയിരുന്നു. ലൈക്ക് അത് സെർച്ച് ചെയ്താൽ കാണാം. അതായത് പണ്ടത്തെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ആൾക്കാരിൽ ഫ്ലൂറൈഡിൻ്റെ ബോഡിയിലുള്ള ഫ്ലൂറൈഡിൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ട് അവരുടെ ഫ്ലൂറൈഡിൻ്റെ ബോഡിയിലുള്ള അവൈലബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വാട്ടർ ബോഡീസിനെ ഫ്ലൂറിഡേറ്റ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ പേഷ്യൻറ്റ് അവർ പോലും അറിയാതെ വാട്ടർ ബോഡീസിൽ ഫ്ലൂറിൻ ആഡ് ചെയ്യുക. ഈ ഫ്ലൂറിൻ അടങ്ങിയ വാട്ടറാണ് അവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അവരുടെ ഉദ്ദേശം നല്ലതായിരുന്നുവെങ്കിലും അവർ ആലോചിക്കാത്തൊരു കാര്യം, പെർ ഡേ ഒരാൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കും. ഇപ്പം ഞാനൊരു 2 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരാളാണ്. രാധിക ഈ പറയുന്ന ഒരു പെർ ഡേ 3 ലിറ്റർ വെള്ളം കുടിക്കും. അടുത്ത ഒരാളാണെങ്കിൽ മേ ബി ഒരു 1/2 ഗ്ലാസ് വെള്ളം കുടിക്കത്തുള്ളൂ. അപ്പോൾ ഇവർ ഓരോരുത്തരുടെയും നീഡ് നോക്കാതെ, അവരുടെ കൺസെൻറ്റ് നോക്കാതെ വാട്ടർ ബോഡീസിൽ ഇത്ര എമൗണ്ട് ഓഫ് ഫ്ലൂറൈഡ് ആഡ് ചെയ്തങ്ങ് വിടുമായിരുന്നു. അപ്പം മേ ബി കുറച്ച് പേർക്ക് അത് ഉപയോഗം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ചില ആൾക്കാർക്ക് ഒരുപാട് വെള്ളം യൂസ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഇതേ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നു, ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അപ്പം ചില ആൾക്കാർക്ക് ഇതിനകത്ത് കാരണം ഫ്ലൂറിൻ ടോക്സിസിറ്റി ഉണ്ടായി. അങ്ങനെ വരുന്ന സമയത്ത് പല്ലുകളിനകത്ത് ഫ്ലൂറിൻ ഒരുപാട് ബോഡിയിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇൻജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിലുള്ള ഫ്ലൂറൈഡിൻ്റെ അളവ് ഒരുപാട് കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് നമ്മുടെ വയറിലുള്ള മൈക്രോബയോമിനെ അത് അഫക്റ്റ് ചെയ്യും, പല്ലിനെ അത് അഫക്റ്റ് ചെയ്യും. പല്ലിനെ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക, ഡബിൾ സൈഡഡ് സ്വേർഡ് പോലെയാണ്. അതായത് ഫ്ലൂറിൻ്റെ അളവ് നമ്മുടെ പല്ലിൽ ഒരുപാട് കൂടുമ്പോൾ പല്ലിൻ്റെ സ്ട്രെങ്ത് ഒരുപാട് കൂടും. പക്ഷേ അതേസമയം
ഒരു രീതിയിലും ആസിഡ്സ് നമുക്ക് അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതേസമയം പല്ലിനകത്ത് മൊത്തം വൈറ്റ് പാച്ചസ് പോലെ വരും. അത് ഈസ്തെറ്റിക്കലി ഭയങ്കര മോശമായിട്ടൊരു കണ്ടീഷനാണ്. അങ്ങനെ വന്നപ്പോഴത്തേന് ഈ ഫ്ലൂറൈഡിൻ്റെ ആപ്ലിക്കേഷൻ ഇതേപോലെ വാട്ടർ ബോഡീസിലുള്ളത് മെല്ലെ മെല്ലെ അത് സ്റ്റോപ്പ് ചെയ്യുക ചെയ്തത്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ വായിച്ചിട്ടുള്ള ഒരാളുടെ അടുത്ത് ഫ്ലൂറൈഡ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും എന്ത് പറയും? മോശമാണെന്ന് പറയും. എന്നാൽ അതേ സമയത്ത് വളർന്നു പുറത്ത് വന്ന ഒരു പല്ലിനെ നമുക്ക് ഹാർഡൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള 2 വഴികളുള്ളത്. ഒന്നുകിൽ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് അടങ്ങിയ പേസ്റ്റുകൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റുകൾ യൂസ് ചെയ്യണം. ഇതൊന്നും അല്ലെങ്കിൽ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത്, എസ്പെഷ്യലി പീഡോഡോണ്ടിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് അവർ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ ചെയ്യും. അപ്പോൾ ഇത് ഇത്രയും ഫോക്കസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ എന്നിട്ട് ഫ്ലൂറൈഡ് നല്ലതാണെന്ന് വെച്ചാൽ അവർ 100% നല്ലതാണ്. നിങ്ങളുടെ പല്ലിനെ ഹെൽത്തി ആക്കാനുള്ള ഒരേ ഒരു വഴിയാണ് ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്കൊരിക്കലും ഒരു കമ്മ്യൂണിറ്റി അടുത്ത് നിന്നിട്ട് ഫ്ലൂറൈഡ് നല്ലതാണെന്നോ ഫ്ലൂറൈഡ് മോശമാണെന്നോ പറയില്ല. അവർ ഏത് ആസ്പെക്റ്റിലാണ് അത് ചോദിക്കുന്നത് നോക്കുക. അപ്പോൾ ആസ് എ ഡെൻറ്റിസ്റ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാക്ടീസിൽ ഫ്ലൂറൈഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്? Where should we draw the line? അതാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെ അതാണ് ഞാൻ പറയുന്നത്. ഈ 2 ഒരു വാട്ടർ ബോഡീസ് പോലെ പേഷ്യൻസിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ഹ്യൂജായിട്ട് ഫ്ലൂറൈഡ് അവരുടെ കൺസെൻറ്റ് ഇല്ലാതെ വാട്ടർ ബോഡീസിൽ ആഡ് ചെയ്യുന്നത് നമ്മൾ ചെയ്യാനേ പാടില്ല. സോ ഫ്ലൂറൈഡ് വെൻ യു ഒരു ഡെന്റിസ്റ്റ് ഒരു പേഷ്യൻറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളൊരു ഇമ്പാക്റ്റ് അല്ല ഫ്ലൂറൈഡ് ഇൻ അതർ ആസ്പെക്ട്സ്. സോ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു ടേമിനെ നമ്മൾ ഒരു കാരണവശാലും ഒറ്റ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഒറ്റ രീതിയിൽ മോശം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതെ, എക്സാക്ട്ലി. ഇപ്പം എന്താ പറയുക, ഒരു കത്തി, ഒരു കറിക്കത്തി അടുക്കളയിലുള്ള ഒരു അമ്മയുടെ കയ്യിൽ അത് യൂസ്ഫുള്ളാണ്. അതേ സമയത്ത് ഒരു കൊലപാതകയുടെ കയ്യിൽ കത്തി ദോഷമാണ്. അതേപോലെ തന്നെയാണ് ഫ്ലൂറൈഡ് ഏത് രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആപ്ലിക്കേഷൻ പോലെ. അതെ, ഏത് ഭാഗത്താണ് ഉപയോഗിക്കുന്നത്. അപ്പം ലോക്കലൈസ്ഡ് ആയിട്ട് ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ കുഞ്ഞുങ്ങളിലും വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിലും ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതൊരു ഡെന്റിസ്റ്റിനെ ചെയ്യാൻ കഴിയുള്ളൂ. പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, എസ്പെഷ്യലി സ്പിറ്റ് ചെയ്യാൻ പ്രായമായ കുഞ്ഞുങ്ങളിൽ, ഒരു 2 years 3 years കഴിഞ്ഞ കുഞ്ഞുങ്ങളിൽ ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അത് എന്തിനത് ഉപയോഗിക്കണം എന്നുള്ള കാര്യം നമ്മൾ വഴി പറയാം. പക്ഷേ ആ ഒരു സ്പിറ്റ് ചെയ്യുന്ന പ്രായം കഴിഞ്ഞ് കുഞ്ഞുങ്ങളിൽ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ്, പെഡിഫ്ലോർ പോലെയോ കോൾഗേറ്റിൻ്റെ കീടോഡൻറ്റ് പോലെ അങ്ങനത്തെ എന്തെങ്കിലും ഫ്ലൂറൈഡ് അടങ്ങിയ പേസ്റ്റുകൾ ഉപയോഗിക്കുക. സോ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബയോളജിക്കൽ ഡെന്റിസ്ട്രി ആവട്ടെ, ഹോളിസ്റ്റിക് അപ്രോച്ചസ് ടു ബി വെരി പ്രിസൈസ്, ഇത് ഡെന്റിസ്ട്രിയിൽ മാത്രമല്ല, ഐ ഫീൽ ദാറ്റ് ഹോളിസ്റ്റിക്കലി നമ്മുടെ ഹെൽത്തിൻ്റെ ഏതൊരു ആസ്പെക്ട്സ് നോക്കിക്കഴിഞ്ഞാലും ഐ സീ എ ലോഡ് ഓഫ് ഹോളിസ്റ്റിക് അപ്രോച്ചസ് ബീങ് വൈഡ് സ്പ്രെഡ്. അത് ഇവിടെ മാത്രമല്ല, സൗത്ത് ഏഷ്യൻ കൺട്രീസിലോ സൗത്തിലേക്കോ മാത്രമല്ല, വേൾഡ് വൈഡ് many people are going into holistic approaches in every aspects of their day-to-day activities ആവട്ടെ, ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിൻ്റെ കാര്യത്തിലാവട്ടെ. സോ ഐ ഫീൽ ലൈക്ക് ഡെന്റിസ്ട്രിയിലേക്ക് ഇത് ഇപ്പോൾ റിഫ്ലക്റ്റ് ആയി വരുന്നുണ്ട്. ഈ സമീപകാലത്തായിട്ട് പല പല കാര്യങ്ങളിലും, ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഓയിൽ പുള്ളിങ് ആവട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ചാർക്കോളിലേക്ക് റിസോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ടൂത്ത് ബ്രഷസ് ബാംബു ബ്രഷസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ കുഞ്ഞു കുഞ്ഞു പ്രാക്ടീസസ്. അല്ല, ഇത് പറയുന്നതിൻ്റെ ഇടയിലൂടെ തന്നെ, പറയുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും തെറ്റില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇപ്പോഴത്തെ നമ്മളുടെ മെഡിക്കൽ ഫീൽഡ് ഇമ്പ്രൂവ് ആയി എത്തി നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, പണ്ട് ആൾക്കാർ അന്ന് ഒരു വഴിയില്ലാതിരുന്നപ്പോൾ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ, അതിനകത്ത് ഈ ചാർക്കോളിൻ്റെ കാര്യം. ചാർക്കോളിൻ്റെ സർഫസിൽ കുറേ ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിൻ്റെ ഗുണം എന്താ വെച്ചാൽ, ഇത് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള അല്ലെങ്കിൽ വായിലുള്ള ബാഡ് ബ്രത്ത് എല്ലാം കൂടെ പുള്ളി ചെയ്യും. നമുക്ക് ആ ഒരു നല്ല ഫ്രഷ്നെസ് വരും. ഉപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഗംസിന് കുറച്ച് ഹെൽത്ത് കിട്ടും. അപ്പം പണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മൾ ആലോചിക്കാത്ത കാര്യം, പല്ലിൻ്റെ ഇടയിൽ വിടവുണ്ട്. നമ്മുടെ പല്ലുകളുടെ എല്ലാം ഫ്രഷ്നെസ് കിട്ടുമെങ്കിലും പല്ലിൻ്റെ ഇടയിൽ നമുക്ക് ഈ സാധനം വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പണ്ട് മാവിൽ വെച്ച് ക്ലീൻ ചെയ്യുമായിരുന്നു. മാവിൽ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ പല്ലിൻ്റെ ഇടയിൽ കുറച്ച് ഹാർഡായിട്ടുള്ളതാണ്, പല്ലിൻ്റെ ഇടയിലുള്ള ഫുഡിൻ്റെ ഡെബ്രിസ് ഒക്കെ പോകും. പക്ഷേ ഇടയിലുള്ള ചെറിയ ചെറിയ ഗ്യാപ്പൊന്നും ക്ലീൻ ആവത്തില്ല. ബാമ്പു വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ചൂ ചെയ്യാറുണ്ട്. ഇത് വെച്ചിട്ട് വേപ്പിൻ്റെ കമ്പ് തണ്ട് ചൂ ചെയ്യാറ്. ഇതൊക്കെ ഒരു ഹാർഡായിട്ടുള്ള സാധനം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇതിൻ്റെ നീരിറങ്ങും, ഗംസിന് ഹെൽത്തിയും ഒരു പരിധി വരെയുള്ള ഫുഡ് ഡെബ്രിസും മാറും. സോ ബേസിക്കലി ഇതിൻ്റെയൊക്കെ ഒരു ഇൻഗ്രീഡിയൻസ്, ബേസ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ കോർ
ഇൻഗ്രീഡിയൻ്റ് എന്നല്ലെങ്കിൽ കോണ്ടന്റ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ തന്നെയും നല്ലതാണ് ആ. അന്നും ഇന്നും. ആ. പക്ഷെ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ, ടൂൾസ്, ടെക്നിക്സ് മാറ്റം വരണം എന്നുള്ളതാണ്. അല്ലേ? ആക്ച്വലി അതായത് ഉപ്പുള്ള ബെറ്റർ വേസ് ഉണ്ട്. നമുക്ക് ചാർക്കോളുള്ള ടൂത്ത് പേസ്റ്റ് അങ്ങനെയാണോ? അങ്ങനെയല്ല. അങ്ങനെ നിങ്ങളിപ്പം ഓയിൽ പുള്ളിങ്, നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. ഓയിൽ പുള്ളിങ് നല്ലൊരു കാര്യമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ഡെന്റിസ്റ്റുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാറേയില്ല. ബിക്കോസ് നമ്മുടെ ADA, അമേരിക്കൻ ഡെന്റൽ അസോസിയേഷൻ, ഇതിനെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ചോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരാളുടെ അടുത്ത് ഓക്കെ ഇങ്ങനെ ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട്, ഈ സ്റ്റഡിയിൽ ഇത്ര പേര് ഓയിൽ പുള്ളിങ് ചെയ്തു, അവരുടെ ഓറൽ ഹെൽത്ത് ഇമ്പ്രൂവ്ഡ് ആയി എന്ന് പറയാനുള്ളൊരു സ്റ്റഡി നടന്നിട്ടില്ല. ഈ സ്റ്റഡി നടക്കാത്തതും റിസർച്ച് നടക്കാത്തതോടുള്ള എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അതായത് എപ്പോഴാണ് നമുക്ക് സ്റ്റഡീസ് നടത്തും? ഇപ്പോൾ ഒരു വാക്സിൻ വരുന്ന സമയത്ത് അവർ സ്റ്റഡീസ് നടത്തും. കാരണം എന്താ? ഇതൊരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കും നടത്തുന്നത്. ഈ സ്റ്റഡി നടത്തി അവർക്കൊരു ഹ്യൂജ് മാർജിനിൽ ഈ ഒരു സാധനം വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് ലാഭമുണ്ട്. സപ്പോസ് ഓയിൽ പുള്ളിങ്ങിന് വേണ്ടിയിട്ട് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി വന്നിട്ട് സ്റ്റഡി ചെയ്യുക. ഒരു കോളേജിൽ കുറച്ച് സ്റ്റുഡൻസോ അല്ലെന്നുണ്ടെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള കുറച്ച് പേരോ ചെന്നിട്ട് ഓയിൽ പുള്ളിങ്ങിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്തിട്ട് അവസാനം ഒരു ആഫ്റ്റർ 2 years 3 years നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഇതിൻ്റെ എല്ലാ റിസർച്ചും ഒക്കെ നടത്തിയിട്ട് അവസാനം പറയാം ഓയിൽ പുള്ളിങ് ഇസ് ഗുഡ്, നിങ്ങളുടെ ഈ ഭാഗത്തെ ഫോൾഡ് വരുന്നതിനും നമ്മളുടെ പെരിയോറൽ മസിൽസിൻ്റെ സ്ട്രെങ്ത് വരാനും വായിലുള്ള മൈക്രോവേവിനെ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലതാണെന്ന് പറയാം. ഇതിൽ നിന്ന് ഒരാൾക്ക് എത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്ക്. എന്ത് വിർജിൻ കോക്കനട്ട് ഓയിൽ മേടിച്ച് വായ കഴിക്കുക, ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വായിൽ ഒഴിച്ച് നല്ല പോലെ ഫ്ലഷ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗം ഹെൽത്ത് ഇമ്പ്രൂവ് ആയെന്ന് പറയും. ഏത് കമ്പനിക്ക് ലാഭം ഉണ്ടാവും? റൈറ്റ്. അതുകൊണ്ട് അവരാരും സ്റ്റഡി നടത്തുന്നില്ല. നമുക്കൊരു റവന്യൂ കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രമേ സ്റ്റഡീസ് നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ റിസർച്ചസ് നടക്കാറുള്ളൂ. ഹാവ് യു നോട്ടീസ് ദാറ്റ് നമ്മളുടെ എല്ലാ കോൺവെർസേഷൻ ഇപ്പം നമ്മൾ തന്നെ സംസാരിച്ച് തുടങ്ങിയപ്പം മുതൽ ഇതുവരെയും ബേസ്ഡ് ഓൺ സ്റ്റഡീസ്, ബേസ്ഡ് ഓൺ റിസർച്ച് എന്നുള്ളത് ഇൻ എവറി അതർ സെൻറ്റൻസ് ഞാൻ തന്നെ പറയുന്നുണ്ട്. അപ്പം നമ്മളുടെ സോഷ്യൽ മീഡിയ സൈറ്റ്സ് ഒക്കെ നോക്കുമ്പം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ കാണുന്നൊരു കാര്യം വാലിഡേഷനാണ്. റിസർച്ച് പ്രൂഫ്സ് അല്ലെങ്കിൽ സ്റ്റഡീസ് ഷോ എന്ന് പറയുന്നത് വളരെയധികം വാലിഡേഷൻ കൊടുക്കുന്നുണ്ട് ഈ എൻഡ് കസ്റ്റമറിന് അല്ലെങ്കിൽ ഈ വായിക്കുന്ന ഒരാൾക്ക്. അപ്പം ഓൺ ദാറ്റ് സെയിം നോട്ട് നമ്മളുടെ ഹോളിസ്റ്റിക് അപ്രോച്ചസിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറക്കാതിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും സംസാരിക്കേണ്ട ഒരു കാര്യം ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. കാരണം ലോകം മൊത്തം, സ്പെഷ്യലി ഇവിടെ ഞാൻ പറയണില്ല, ഞാൻ പുറത്തേക്കുള്ള പല രാജ്യങ്ങളിലും ബ്രസ്റ്റ് ഫീഡിങ്ങിനെ അത്ര നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണില്ല. അതിന് പകരം ഫോർമുലാസ് മതി. അതിൻ്റെ പ്രധാന കാരണങ്ങൾ കുഞ്ഞിൻ്റെ പല്ലിനത് കേടാവും, ജോസിനെ അത് ഡാമേജ് ചെയ്യും എന്നൊക്കെ ഉള്ള സ്റ്റഡീസ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പല ഡോക്ടേഴ്സും ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ ഇവിടെ കാലാകാലങ്ങളായി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയും ചെയ്യുന്നുണ്ട്. സോ വൈ ദ സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ഇൻ ദ സെയിം ഒരേ കാര്യത്തിന് എങ്ങനെയാണ് ഈ ഒരു സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് വരുന്നത് ലോകത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ? അതായത് നമ്മളുടെ ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഫോർമുല ഈസ് ബെറ്റർ ദാൻ മിൽക്ക്. അതായത് ബ്രസ്റ്റ് മിൽക്കിനെക്കാട്ടി നല്ലതാണ് ഫോർമുല എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഡിവൈനായിട്ടുള്ള സാധനമാണ് നമ്മളുടെ ഈ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത്. അത് നമ്മുടെ നാച്ചുറലി ഏത് ജീവജാലം ആയിക്കോട്ടെ, അവരുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന് നിലനിൽപ്പിന് ആവശ്യമുള്ള, അതിന് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള, അതിൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്ന ഒരു സാധനമാണ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക്. അപ്പം കൊളസ്ട്രോൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് മിൽക്കിനെ കൊളസ്ട്രോൾ എന്ന് പറയും, അതിനകത്താണ് കുഞ്ഞിന് ആവശ്യമുള്ള ആൻറ്റിബോഡീസ് കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ബ്രസ്റ്റ് മിൽക്കിനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. കമ്പനീസിന് ഗുണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോമുലയ്ക്ക് നല്ലതാണെന്ന് പറയണം. മനസ്സിലിത് വെച്ചേക്കാം. നമ്മളിപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഗുണത്തിനെ കുറിച്ച് പറയാം. കുഞ്ഞുങ്ങൾ ഓരോ തവണ ബ്രസ്റ്റ് മിൽക്ക് സക്ക് ചെയ്തെടുക്കുന്ന സമയത്തും വായിലെ പ്രഷർ ചേഞ്ച് കാരണം നമ്മളുടെ മസിൽസ്, ബോൺ, നമ്മുടെ ഇത്രയും ഭാഗത്തെ ടിഷ്യൂസിന് ഗ്രോത്ത് പ്രോപ്പറായിട്ട് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, കുറേ കുഞ്ഞുങ്ങൾ മൗത്ത് ബ്രീത്തർ ഉണ്ട്. മൗത്ത് ബ്രീത്തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിലൂടെയാണ് നമ്മൾ ബേസിക്കലി ശ്വസിക്കേണ്ടത്. പക്ഷേ കുറേ ആൾക്കാർക്ക്, എൻ്റെ ക്ലിനിക്കിൽ തന്നെ വരുന്ന ഒരുപാട് പേർക്ക് മൂക്കടപ്പ്, മൂക്കിൽ ഡീവിയേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കം, കൂർക്കം വലി, വായ തുറന്ന് വെച്ച് ഉറങ്ങുക, പല്ലുകൾ അകാരണമായിട്ട് കേടാവും, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ബേസിക്കൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവരുടെ മൂക്കിലൂടെയുള്ള ശ്വസനം മര്യാദയ്ക്ക് നടക്കുന്നില്ല. മൂക്കിലൂടെയുള്ള ശ്വസനം മര്യാദയ്ക്ക് നടക്കണമെങ്കിൽ നമ്മുടെ പ്രീമാക്സില എന്ന് പറയുന്ന ആ ഒരു ബോണിൻ്റെ ഫോർമേഷൻ സ്റ്റേജിൽ തന്നെ പ്രോപ്പറായിട്ട് ഗ്രോത്ത് ഉണ്ടാവണം. ഒരുപാട് പേർക്ക് വിസ്ഡം ടീത്ത് കാരണം പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് വിസ്ഡം ടൂത്ത് കാരണം പ്രശ്നം ഉണ്ടാകുന്നു? പണ്ട് നമ്മളുടെ
ഒരു 12 അല്ലെങ്കിൽ 17,000 ഇയേഴ്സ് ബാക്ക് നമ്മുടെ ഈ കാട്ടിലൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് 32 ടീത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ വായിൽ വരുന്നുണ്ടായിരുന്നു. നമുക്ക് ഇപ്പം മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ജോ സെറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 32 ടൂത്തും വെൽ അലൈൻഡ് ആയിട്ടിരിക്കുന്ന പല്ലുകൾ കാണാം. അന്നത്തെ പല്ലുകളിനകത്ത് കേട് വരെ നമുക്ക് കുറവായിരുന്നു. നമുക്ക് ഏത് ബോൺ എടുത്ത് നോക്കിയാലും അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ പല്ലുകളും ഇരിക്കുന്ന കാണാം. അന്നത്തെ ആൾക്കാർ ബ്രഷ് ചെയ്തിരുന്നില്ല, അന്നത്തെ ആൾക്കാർ എന്താ പറയുക ഓയിൽ പുള്ളിങ് ചെയ്തിരുന്നില്ല, അന്നത്തെ ആൾക്കാർ ഫ്ലോസിങ് ചെയ്തിരുന്നില്ല, അന്നത്തെ ആൾക്കാർക്ക് ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നത്തെ പല്ലുകളുടെ കേട് കുറവായിരുന്നു. വൈ എന്ന് പറഞ്ഞാൽ അവർ കാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പം അവർ മാംസം കഴിക്കുമായിരുന്നു, ഫ്രൂട്ട്സ് കഴിക്കുമായിരുന്നു, വെജിറ്റബിൾസ് കഴിക്കുമായിരുന്നു. ഇതെല്ലാം ഹോളായിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ലൈക്ക് അതിനെ കട്ട് ചെയ്ത് കഴിക്കുക എന്നല്ല, കിട്ടുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ കഴിക്കും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങി. ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഗ്രീൻ റെവല്യൂഷൻ വന്നു. ഗ്രീൻ റെവല്യൂഷൻ വന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ധാന്യങ്ങളൊക്കെ ഒരുപാട് മാസ് പ്രൊഡക്ഷൻ ഉണ്ടായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേന് ഈ സാധനങ്ങളെല്ലാം നമ്മൾ റോ ആയിട്ട് കഴിച്ചിരുന്നത് എല്ലാ സാധനം ഇൻസൈഡ് പാക്കറ്റ്സ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് പണ്ട് കിട്ടുകൊണ്ടിരുന്ന നമ്മൾ ഒരു നെല്ലിനകത്ത് ഒരു നെല്ല്, അതിനകത്ത് അരി നമ്മൾ ഡയറക്റ്റായിട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ അതിനെ കുക്ക് ചെയ്ത് കഴിക്കുന്നു. ഇതേ അരി നമ്മൾ ക്രഷ് ചെയ്യുന്നു, പൊടിക്കുന്നു, പൊടിച്ച ശേഷം നമ്മൾ കഴിക്കുന്നു. ഈ പൊടിച്ച സാധനത്തിനെ കുക്ക് ചെയ്തുകൂടെ കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്ര വലിയൊരു സാധനം പണ്ട് നമ്മൾ കുറച്ചധികം സമയമെടുത്ത് ചവച്ച് കഴിച്ചുകൊണ്ടിരുന്നു. നമ്മളുടെ വായയുടെ ചുറ്റുമുള്ള മസിൽസിനും നമ്മളുടെ എല്ലുകളുടെയും പ്രോപ്പർ ഗ്രോത്തിന് ഇവിടെയുള്ള ഭാഗം അനങ്ങണ്ടേ. ഇപ്പം ഞാൻ മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ്, എനിക്ക് ജിമ്മിൽ പോയി കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബോഡി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ ബോഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കഴിവുകളാണ്. ഒന്ന് എവല്യൂഷനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും, 2 അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നോക്കിയാൽ മതി, ഏതൊരു സിറ്റുവേഷനോടാണോ ഒരാൾ ഏറ്റവും നന്നായിട്ട് അഡാപ്റ്റ് ആവുന്നത് അവർ നല്ലപോലെ സർവൈവ് ചെയ്യും. ഓക്കെ, അപ്പം പണ്ടത്തെ നമ്മുടെ ആ എവല്യൂഷൻ്റെ ഒരു ചാർട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും ഓർത്താൽ കാണാം. ആദ്യം ഒരു കൊരങ്ങനെ വളഞ്ഞ് നിൽക്കും, പിന്നെ അത് നിവർന്ന് നിൽക്കും, 2 കാലം എണീറ്റ് നിൽക്കും, പിന്നെ നീണ്ടു പോകും, പിന്നെയും വന്ന് നമ്മുടെ ഒരു ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കുന്നത്. പണ്ടത്തെ ആൾക്കാർ ചവയ്ക്കുന്ന പരിപാടി കൂടുതലായിരുന്നു. അവർ ഹോൾ ഫുഡ് കൃത്യമായിട്ട് കഴിക്കുമായിരുന്നു. വെജിറ്റബിൾസും ഫ്രൂട്ട്സും മീറ്റും കൃത്യമായിട്ട് കഴിക്കുമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കാൻ തുടങ്ങി. കുക്ക് ചെയ്യുന്ന തെറ്റാണെന്നല്ല, കുക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ചവയ്ക്കുക എന്ന് പറയുന്ന പ്രാക്ടീസ് കുറഞ്ഞു. അതായത് പണ്ട് ഒരു പെർ ഡേ ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour നമ്മൾ ചൂ ചെയ്യാൻ ഉപയോഗിക്കുമായിരുന്നു. അത് ഗ്രാജുവലി ഒരു 4 minutes ചൂയിങ് ആയി. ഇപ്പം രാവിലെ നമ്മളൊരു കാരണം ച്യൂയിങ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോഴത്തെ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ മിനിമലാണ്. ഫാസ്റ്റ് ഫുഡ് അണ്ടർ 10 seconds നമ്മളുടെ ഹങ്കർ ഇസ് ഗോൺ. അതെന്തുകൊണ്ട് പെട്ടെന്ന് ഹങ്കർ പോകുന്നു? നമുക്ക് ഫാസ്റ്റായിട്ട് ഗ്ലൂക്കോസ് അവൈലബിലിറ്റി കിട്ടുന്നു. അതായത് നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫ്രൂട്ട്, ഒരു ആപ്പിൾ എടുത്ത് ചവച്ചരച്ച് കഴിച്ച് ഇതിനകത്തു നിന്നുള്ള ഒരു എനർജി കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതേസമയം നിങ്ങൾ ഒരു ദോശയുടെ പകുതി എടുത്ത് ചവച്ച് കഴിച്ചു നോക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് ക്ഷീണം മാറും. ബിക്കോസ് ഓൾറെഡി അതിനകത്തുള്ള ഗ്രെയിൻസ് നല്ല പോലെ ഫ്ലോർ പരുവാക്കി ഇത് വേവിക്കുകയും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര കഴിക്കുന്നതിനെക്കാട്ടിയും ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദോശ കഴിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനർജി നമുക്ക് കിട്ടും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ പല്ല് പെട്ടെന്ന് കേടാവുന്നത്. മനസ്സിലായോ? അതായത് ഒരു കുഞ്ഞിന് ചോക്ലേറ്റ് കഴിച്ച് കേടാവുന്നതിനെക്കാട്ടിയും പ്രോണാണ് അവർ എല്ലാ ദിവസവും ഇതേപോലത്തെ കുക്ക് ചെയ്ത ഫുഡ്, പ്രത്യേകിച്ച് ഫ്ലോറിനകത്തു നിന്നുള്ള. നിങ്ങൾ നോക്കിയാൽ മതി, കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ദോശ കഴിക്കും, ചമ്മന്തി കഴിക്കില്ല. അവർ ഇഡ്ഡലി കഴിക്കും, അതിൻ്റെ കൂടെ സാമ്പാർ കഴിക്കില്ല. ചോറ് കഴിക്കും, അതിൻ്റെ കൂടെ കറികളൊന്നും കഴിക്കില്ല. വീട്ടിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും, ഇപ്പം വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കുഞ്ഞുങ്ങളുടെ എല്ലുകളുടെ വളർച്ച, പല്ലുകളുടെ വളർച്ച, അവരുടെ എന്താ പറയുക തൈറോയിഡിൻ്റെ വളർച്ച, ഇതെല്ലാം വൈറ്റമിൻ ഡിയിലൂടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിനകത്ത് ഡെഫിഷ്യൻസി ഉണ്ട്. പണ്ട് കുഞ്ഞുങ്ങളെ നമ്മളെടുത്ത് വെയിലത്തൊക്കെ കാണിക്കുമായിരുന്നു, ഇപ്പം എത്ര പേരങ്ങനെ കാണിക്കാറുണ്ട്? അപ്പം വർഷങ്ങളായിട്ട് നമ്മളുടെ ച്യൂയിങ് കപ്പാസിറ്റി കുറഞ്ഞു, അല്ലെങ്കിൽ നമ്മളായിട്ട് കുറച്ചു. അപ്പം നമ്മുടെ ജോ സൈസ് കുറയാൻ തുടങ്ങി. ജോ സൈസ് കുറഞ്ഞപ്പം ഇതിനകത്തുള്ള ടൂത്ത് എന്ത് പറ്റുക, ടൂത്ത് ഇതിൽ തന്നെ നിൽക്കുക. ഇത്രയും ഉള്ള ഒരു സ്പേസിൽ ഇത്രയും പല്ല് നിന്നിരുന്നു. ജോ സൈസ് കുറഞ്ഞപ്പോൾ ഇത് വരാൻ സ്ഥലമില്ലാതെ നമുക്ക് ക്രൂക്കറ്റ് ടീത്ത് വരാൻ തുടങ്ങി, കമ്പിയിടേണ്ട സിറ്റുവേഷനിലേക്ക് വന്നു. വിസ്ഡം ടീത്ത് റിപ്പീറ്റഡ് ആയിട്ട് റെഗുലറായിട്ട് പേഷ്യൻസിന് ഇമ്പാക്റ്റഡ് ആവാൻ തുടങ്ങി. പേഷ്യൻസിന് നമുക്ക് അഡിനോയിഡ്സ് വളർച്ച കൂടുന്നു. അഡിനോയിഡ്സ് വളർച്ച കൂടി, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടോൺസിൽസിൻ്റെ വലിപ്പം കൂടുന്നു. വായിലൂടെ ശ്വസിക്കേണ്ട നിർബന്ധിതരാകും. കാരണം എന്താ, നമ്മുടെ
ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ അത് സക്ക് ചെയ്ത് കുടിച്ചിട്ട് വരേണ്ട ഒരു നോർമൽ ഗ്രോത്ത് ഗ്രാജ്വലി ഫുഡ് ചവച്ച് കഴിച്ച് നമ്മളുടെ നടക്കേണ്ട കുറച്ച് നോർമൽ ഗ്രോത്ത് പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട് മൂക്കിലൂടെ പ്രോപ്പറായിട്ട് ശ്വാസം എടുക്കുന്നില്ല, കുഞ്ഞുങ്ങൾ മൗത്ത് ബ്രീത്തർ ആവുന്നു. അപ്പോൾ റിപ്പീറ്റഡായിട്ട് ലങ് ഇൻഫെക്ഷൻസും പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. അതേപോലെ തന്നെ നമ്മളൊരു ഫുഡ് ചവച്ചരച്ച് കഴിക്കുമ്പം ഇതൊന്ന് നോക്കുക, മദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റിലേഷൻ. യെസ്, അതായത് ഒരു സാധനത്തിനെ ഇപ്പം ഗോതമ്പിൽ നിന്നും മദ്യം ഉണ്ടാക്കാം, ഫ്രൂട്ട്സിൽ നിന്നും മദ്യം ഉണ്ടാക്കാം. ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞ പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ കുറേശ്ശെ ഷുഗർ കഴിക്കുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഫ്ലോർ ഉണ്ടാക്കിയ ഫുഡ് വെച്ചിട്ട് ഫുഡ് കഴിക്കുക, അത് പൊടിപ്പിച്ച ധാന്യങ്ങൾ കൊണ്ടുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ നമ്മുടെ വയറ്റിൽ കൂടുതലും ധാന്യങ്ങളും ഷുഗറിൻ്റെ ലെവലും കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വയറ്റിൽ എന്തുണ്ടാവാം? ഈസ്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. മനസ്സിലായോ? അപ്പം നമ്മുടെ വയറ്റിലുണ്ടാകുന്ന ഫെർമെൻറ്റേഷൻ അളവും കൂടുതലാണ്. വായ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിനകത്തോട്ടുള്ള ആദ്യത്തെ വാതിലാണ്. ഈ വാതിലിനകത്തൂടെ ആരൊക്കെ കയറിപ്പോകുന്നോ ഇവരെല്ലാം ഈ വീടിനകത്ത് സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളുടെ സ്വഭാവം മാറ്റും. അതുകൊണ്ടാണ് പറയണേ, ഈ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാവും, അവർക്ക് ദേഷ്യം കുറവാണ്. നോൺ വെജ് കഴിക്കുന്നവർക്ക് ദേഷ്യം ഉണ്ടാവും. അതിനകത്ത് എത്രത്തോളം പ്രാക്ടിക്കലി ഇതാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ യു ആർ വാട്ട് യു ഈറ്റ്. എക്സാക്ട്ലി, വേർഡ് ഞാൻ മറന്നുപോയി. അപ്പം നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. അത് ബോഡിയിലാണെങ്കിലും മനസ്സിലാണെങ്കിലും എല്ലാ ഭാഗത്തും. എന്തുകൊണ്ട് 2 ഡിവിഷൻ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ മാർക്കറ്റിംഗ് ആണ്. ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ സക്കിങ് എന്നുള്ള ഒരു പ്രോസസ്സ് ഒരു കുഞ്ഞിന് എത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പല സ്റ്റഡീസോ അല്ലെങ്കിൽ റിസർച്ചോ പറഞ്ഞു വരുന്നത് ഫോർമുല നല്ലതാണെന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസസ്, ബിസിനസ് പെർസ്പെക്റ്റീവിൽ അതൊരു കാര്യം പറയണതാണെങ്കിൽ പോലും, പക്ഷേ ഇതിൻ്റെ ജോ ഫോർമേഷനോ പല്ല് ഡീക്കേ ആവുന്നതിനോ ബ്രസ്റ്റ് ഫീഡിങ് കാരണമാകും എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ വൈ ദിസ് ഇസ് മെയ്ഡ് എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള എന്തിന്റെ ബേസിസിലാണ് അത് അങ്ങനെ പറയാൻ പറ്റുക? ഇല്ല, എന്തിന്റെ ബേസിസിൽ അത് പറയാൻ പറ്റുമെന്നുള്ളത്, എന്തുകൊണ്ട് അത് പറയാൻ പാടില്ലെന്ന് ഞാൻ പറയാം. നമ്മളുടെ ചുറ്റുമുള്ള പ്രസവിക്കുന്ന മാമൽസ് എല്ലാവരും ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ട്. എത്ര പേർക്ക്, അതായത് എത്ര മൃഗങ്ങൾക്ക് പല്ലിന് കേടുവരുന്നുണ്ട്? അവർ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ട്. ഹോൾ ഫുഡാണ് അവർ കഴിക്കുന്നത്. അവർ പുല്ലും വൈക്കോലും ഒക്കെ കഴിക്കുന്നത്. അവരുടെ പല്ലുകൾ കേടുവരുന്നുണ്ടോ? ഇല്ല. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വായയുടെയും പെരിയോറൽ മസിൽസിൻ്റെയും അവിടെയുള്ള എല്ലുകളുടെയും പ്രോപ്പർ വളർച്ചയ്ക്ക് ബ്രസ്റ്റ് ഫീഡിങ് അത്യാവശ്യമാണ്. അവരുടെ ഇനിഷ്യലി വേണ്ട എല്ലാ പോഷകങ്ങളും അതിൽ കിട്ടും. പ്രൊവൈഡർ ഈ പാല് കൊടുക്കുന്ന അമ്മയുടെ ശരീരത്തിൽ പ്രോപ്പർ ഫുഡ് ഉണ്ടാവണം. ആ സമയത്ത് നമ്മൾ ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് ആലോചിച്ചോളൂ. അവർ കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിക്കുക. അതിൽ നിന്നാണ് കുഞ്ഞിന് ആവശ്യമുള്ള കിട്ടുന്നത്. ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, നമ്മളിപ്പോൾ ആമസോണിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസിൽ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയി വന്നുകൊണ്ടിരിക്കുന്ന 2 പ്രോഡക്റ്റ്സ് ഉണ്ട്. നമ്മളുടെ രാത്രി ഉറങ്ങുമ്പോൾ മൗത്ത് കവർ ചെയ്ത് ഉറങ്ങാനുള്ള മൗത്ത് ടേപ്സ്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ നേസൽ കൺജഷൻ ഒഴിവാക്കാൻ, സ്നോർ ചെയ്യുന്നത് ഒഴിവാക്കാൻ നോസ് ടേപ്സ്. സോ അപ്പാരൻ്റ്ലി നമ്മളിപ്പോൾ സംസാരിച്ച് വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ എല്ലാം തുടക്കം ഈ കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ ഇത്ര വയസ്സ് വരെയുള്ള ബ്രസ്റ്റ് ഫീഡിങ്ങിലും സക്കിങ്ങിലും വരെയുള്ള ആ പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ് അല്ലേ? സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ജസ്റ്റ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസസ്, ജസ്റ്റ് ഫോർ ബിസിനസ് പെർസ്പെക്റ്റീവ് മാത്രമാണ് മറ്റ് രാജ്യങ്ങളിൽ ഈ ഫോർമുല 1 നല്ലതാണെന്ന് പറയപ്പെടുന്നതെന്നാണ്. ഇപ്പം ഈ ഫോർമുലയിൽ മേ ബി നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിലുള്ളതിനേക്കാളും ന്യൂട്രിയൻസ് ഉണ്ടാവാം. കാരണം അതൊരു ഹ്യൂമൻ മെയ്ഡ് സാധനമാണ്. ഇതിനകത്ത് നമുക്കൊരു കുഞ്ഞിന് എന്തൊക്കെ കൊടുക്കണം നമ്മളിപ്പം കണക്ക് കൂട്ടുക. ഓക്കെ, ഈ കുട്ടിക്ക് ഇത്ര പ്രോട്ടീൻ വേണം, ഇത്ര മിനറൽസ് വേണം, ഇത്ര മഗ്നീഷ്യം വേണം, ഇതെല്ലാം നമ്മൾ കണക്ക് കൂട്ടുക. ഇത്ര വെച്ച് ആഡ് ചെയ്യുക കൊടുക്കുക. അതിനകത്ത് ഈ പറയുന്ന മിനറൽസ് എല്ലാം ഉണ്ടാവാം. നമ്മൾ ആലോചിക്കണേ ഇതെങ്ങനെ കുഞ്ഞ് കഴിക്കുന്നേ? ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടാവാം. പ്രോസസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഓഫ് ടേക്കിംഗ് ഇൻ ഫുഡ്. അത് തന്നെ ഞാൻ പറയാൻ പോയ മറ്റൊരു കാര്യം. അതായത് ഞാൻ എപ്പോഴും കഴിഞ്ഞ കുറച്ചധികം കാലമായി വായിക്കുന്ന ഒരു കാര്യമാണ് ഗുഡ് ഹെൽത്ത് സ്റ്റാർട്ട്സ് ഫ്രം ദ മൗത്ത്. അതെ, എക്സാക്ട്ലി. അതും ഇതുമായി വളരെ കണക്റ്റഡ് ആണ്. അതായത് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടന്റ് അതെങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ്. എത്ര സമയമെടുത്ത് ച്യൂ ചെയ്യണോ, എത്ര സമയമായി ഇത് ഗ്രൈൻഡ് ആവുന്നു, ഈ പറയുന്നതല്ല കുക്ക്ഡ് ആണോ റോ ആണോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഹൗ ഡു യു തിങ്ക്, ഇപ്പം ഗുഡ് ഹെൽത്ത് സ്റ്റാർട്ട്സ് ഫ്രം ദ മൗത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഹൗ ഇമ്പോർട്ടൻറ്റ് ഡു യു തിങ്ക് ഇസ് ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സമയം, അയാൾ ചൂസ് ചെയ്യാൻ എടുക്കുന്ന സമയം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഇൻ ദ പ്രോസസ് ഓഫ് ഫുഡ് ഇൻടേക്ക് എന്നുള്ളതിൻ്റെ കൂടെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്,
ഈ മൈക്രോബയോംസ് ഇസ് വെരി വെരി ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് നമ്മളുടെ മൊത്തം ബോഡി എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ. ഇതിനും ഗട്ട് ഹെൽത്തിനും ഒക്കെ ഹൗ ഗുഡ് ഇസ് യുവർ ഓറൽ ഹെൽത്ത് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടുള്ളത്. ആസ് ലോങ് ആസ് യുവർ ഓറൽ ഹെൽത്ത് ഇസ് ഇൻ പ്ലേസ്, ബാക്കിയെല്ലാം വിൽ ഫോൾ ഇൻ ടു പ്ലേസ് എന്നുള്ളതിനെ എത്രത്തോളം how do you look at that as a dentist? Here comes the importance of holistic dentistry actually. നമ്മളുടെ വായിൽ നമുക്ക് ഗുണമുള്ള അണുക്കളുണ്ട്, നമുക്ക് ഉപകാരപ്രദമല്ലാത്ത ദോഷകരമായിട്ടുള്ള അണുക്കളുണ്ട്. അതിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ വായിൽ നമ്മളുടെ ഭക്ഷണം ദഹിക്കാൻ സഹായിക്കുന്ന കുറേ അണുക്കളുണ്ട്. ഈ അണുക്കളും നമ്മളുടെ വായിലുള്ള അമിലേസ് എന്ന് പോലുള്ള എൻസൈംസും നമ്മൾ എത്ര നേരം ചൂ ചെയ്യുന്നു അത്രത്തോളം പ്രോപ്പറായിട്ട് ഫുഡിനെ വയറ്റിൽ എന്നിട്ട് ദഹിപ്പിക്കാൻ സഹായിക്കും. ഇതേ സമയത്ത് ഒരാൾക്കൊരു ജിഞ്ചിവൈറ്റിസ് വരുന്നു, അതായത് മോണരോഗം. ഈ ജിഞ്ചിവൈറ്റിസ് ഒരു ചെറിയ നോർമൽ ക്ലീനിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മൗത്ത് വാഷ് യൂസിലോ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് അവരതിനായിട്ടുള്ള മാനേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. അതൊരു സംടൈംസ് ഇറ്റ്സ് സെൽഫ് ലിമിറ്റിംഗ്, സംടൈംസ് അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതൊരു ജിഞ്ചിവൈറ്റിസ് ആണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാനും എളുപ്പമാണ്. പക്ഷേ വൺസ് ഇത് പെരിയോഡോണ്ടൈറ്റിസ് ആയി കഴിഞ്ഞാൽ, പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞാൽ ജിഞ്ചിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ മോണയ്ക്ക് പുറമേ ഉള്ള ഇൻഫെക്ഷനാണ്. ഇത് ആ മോണയും പല്ലിനെയും പല്ലിന് ചുറ്റുമുള്ള എല്ലിനെയും കൂടെ ബാധിക്കുമ്പോഴാണ് നമ്മൾ മോണരോഗം പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നത്. വൺസ് പെരിയോഡോണ്ടൈറ്റിസ് ആയി കഴിഞ്ഞാൽ അവിടെ 2 തരത്തിലുള്ള അണുക്കളുണ്ട്, ബാക്ടീരിയാസ്. പി ജിഞ്ചിവാലിസ് എന്ന് പറയും, എഫ് ന്യൂക്ലിയോട്ടോം എന്ന് പറയും. ജിഞ്ചിവൈറ്റിസ് സംടൈംസ് ഇറ്റ്സ് സെൽഫ് ലിമിറ്റിംഗ്. നമ്മുടെ ചിലപ്പം ഫുഡും കാണും കയറി എന്നിട്ട് ചെറുതായിട്ട് ഗംസിന് ചെറിയ ഇൻഫ്ലമേഷനൊക്കെ വന്നതാണെന്നുണ്ടെങ്കിൽ അത് മാറിക്കഴിഞ്ഞ് ഉപ്പുള്ള കൊള്ളും അത് മാറും. സംടൈംസ് ഇറ്റ്സ് നീഡ് ട്രീറ്റ്മെൻറ്റ്. പല്ലിൻ്റെ ഇടയ്ക്ക് ബ്ലാക്കൊക്കെ കയറി ഇരുന്നിട്ടുള്ള മോണരോഗമാണെങ്കിൽ നമ്മളതിനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഈ ജിഞ്ചിവൈറ്റിസ് നേരത്തെ പറഞ്ഞ മോണരോഗമാവുന്നത്, പെരിയോഡോണ്ടൈറ്റിസ് ആവുന്നത് അവിടെ ചില ആവശ്യമില്ലാത്ത ബാക്ടീരിയസും കൂടെ വരിക, ലൈക്ക് പി ജിഞ്ചിവാലിസ്, എഫ് ന്യൂക്ലിയോട്ടോം. ഇത് ഈ ഗുഡ് ബാക്ടീരിയ ബാഡ് ബാക്ടീരിയ എന്ന് പറയണ പോലെ അതിനകത്ത് ബാഡ് ബാക്ടീരിയസ് ആണ് ഉമ്മാർ. ഓക്കെ. ഇതിനകത്തെ എഫ് ന്യൂക്ലിയേറ്റം സംടൈംസ് കോസസ് പാൻക്രിയാറ്റിക് ക്യാൻസർ, കോളൻ ക്യാൻസർ, ഇങ്ങനത്തെ ഇതുമായിട്ട് ഒരുപാട് റിലേഷൻസ് കാണിച്ചിട്ടുണ്ട്. അൾസൈമേഴ്സ് ഇല്ലേ, അൾസൈമേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പി ജിഞ്ചിവാലിസ് കുറേ സ്റ്റഡീസിൽ വന്നിട്ടുണ്ട്. റൈറ്റ്. അപ്പം ഈ ഓറൽ ഹെൽത്തും അൾസൈമേഴ്സും തമ്മിലുള്ള കണക്ഷൻ വളരെയധികം അതാണ് ഈ പറഞ്ഞത്. ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എത്രത്തോളം നമ്മുടെ മെമ്മറി അല്ലെങ്കിൽ അൾസൈമേഴ്സ് ഡിസീസിനെ നമ്മളുടെ ഓറൽ ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ള പല കാര്യങ്ങളും ആക്ച്വലി ഞാനും വായിച്ചിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ആ ഒരു സയൻറ്റിഫിക് വേർഡ്സാണ് ഞാനീ പറഞ്ഞത്. മോണരോഗം വരുമ്പം കാണുന്ന അല്ലെങ്കിൽ പെരിയോഡോണ്ടൈറ്റിസ് വരുമ്പം ആ ഭാഗത്ത് കാണപ്പെടുന്ന ബാക്ടീരിയയായ എഫ് ജിഞ്ചിവാലിസും പി ജിഞ്ചിവാലിസും എഫ് ന്യൂക്ലിയേറ്റവും ഇവന്മാർ 2 പേരും ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ അതേ സ്ഥലത്തും കാണാറുണ്ട്. എന്തുകൊണ്ട് കാണുന്നു? നമ്മൾ ആരും ആലോചിക്കാത്തൊരു കാര്യം. എൻ്റെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ അടിയുണ്ടായി. ലിറ്ററലി ഞങ്ങൾ തമ്മിൽ സംസാരിച്ച അവസാന പേഷ്യൻ്റ് എൻ്റെ സംസാരം ഇഷ്ടപ്പെടാതെ ഇറങ്ങിപ്പോയി. ഞാനിതിപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം, അദ്ദേഹം ഏകദേശം ഒരു 75 ഇയേഴ്സ് ഓൾഡാണ്. പുള്ളിക്കാരൻ്റെ വൈഫ് ഏകദേശം ഒരു 65-68 ഇയേഴ്സാണ്. അമ്മ വന്നപ്പോഴേ അച്ഛന് നടക്കാൻ വയ്യ. പുള്ളിക്കാർ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ അമ്മ കയറി വന്നു, മോനെ ഡോക്ടറാണോ? അതെ. അച്ഛന് കുറച്ച് ദേഷ്യമുള്ളതാണ്, വേറൊരു ക്ലിനിക്കിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ട് വരികയാണ്, ഇച്ചിരി സമാധാനത്തിൽ പല്ലം എടുത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? അപ്പം എന്ത് പറ്റി അതെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ കുറേ മരുന്നുകൾ കഴിക്കുന്നത്, പക്ഷേ അച്ഛൻ ഇപ്പം തന്നെ പല്ലെടുക്കണം. അപ്പോൾ പുള്ളി വന്ന് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ നമ്മൾ എക്കോസ്പിരിൻ പോലത്തെ മരുന്ന് ക്ലോപ്പിഡോഗ്രയിൽ കഴിക്കുന്നുണ്ട്, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. പുള്ളിയുടെ അത്യാവശ്യം ഫോമായിട്ടുള്ള ടൂത്താണ്. പുള്ളിക്കാരൻ അപ്പോൾ പല്ലെടുക്കണം. അവസാനം പുള്ളി ചോദിച്ചു തരിക, നിങ്ങൾ ഡോക്ടർ ഒന്നുമല്ലല്ലോ, വെറും ഡെൻറ്റിസ്റ്റ് അല്ലേ, ഒരു ആടിയിരിക്കുന്ന പല്ലെടുത്താൽ പോരെ? അപ്പം എനിക്കൊരിക്കലും അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം പുള്ളിക്കാരന് 75 ഇയേഴ്സ് ഉള്ള ഒരാൾ എവിടെ നിൽക്കുന്നു, 33 ഇയേഴ്സോളം ഞാൻ എവിടെ നിൽക്കുന്നു. അപ്പോൾ എനിക്കൊരിക്കലും അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആ ഒരു അഗ്രഷനുള്ള സമയത്തും നടക്കില്ല. ഇപ്പോൾ ആൾ എവിടെയെങ്കിലും ഇരുന്ന് കാണുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെറുതെ നടക്കുമ്പോൾ സൈഡിലൊന്നും ഒരഞ്ഞു നമ്മുടെ തൊലിയിലേ മുറിയുള്ളൂ. കുറച്ചുകൂടെ ആഴത്തിൽ കട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിലും ഫാറ്റ് ടിഷ്യൂവിലും എത്തും. കുറച്ചുകൂടെ കട്ട് കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കൊള്ളിൽ മുറിയും. അതെ, ഇതിൻ്റെ അടിയിലുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ബോൺ. ഇതിലെ പുറമേ ഉള്ള, അതായത് ഈ ഉള്ളിലിരിക്കുന്ന ബോണിന് ചുറ്റും ഇരിക്കുന്ന സ്കിന്നാണെങ്കിലും മസിൽസ് ആണെങ്കിലും ഫാറ്റ് ടിഷ്യൂ ആണെങ്കിലും ഇതിനകത്ത് ഏറ്റവും പുറമേ ഉള്ളത് സ്കിന്നാണ്. ഇതിനകത്തൊരു കട്ട് വന്നു കഴിഞ്ഞാൽ ഇത് സെൽഫ് ഹീലിംഗാണ്. നിങ്ങളിനി ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ അതർവൈസ് ഹെൽത്തി ആണെങ്കിൽ ഇത് നോർമലായിട്ട് ഹീലാവും. അപ്പോൾ ഇത്രയും കട്ട് ചെയ്താലേ നമ്മുടെ ബോണിലേക്കൊരു ഇൻഫെക്ഷൻ എത്തുക. പല്ലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പല്ലിനകത്ത് ഇനാമൽ ഡെൻറ്റിനകത്തൊരു രക്തക്കുഴലുണ്ട്.
പല്ലിനകത്ത് കേട് വന്നു കഴിഞ്ഞാൽ ഇത് നേരെ എല്ലിലേക്കാണ് പോവാം. അതും തൊലിയിലൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ഇത് ഗ്രാജുവലി 2-3 വീക്സ് കൊണ്ട് ഹീലാവും. പല്ലിലൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ഇത് ഗ്രാജുവലി വലുതാവത്തേ ഉള്ളൂ. അതും ഡയറക്റ്റ് ബോണിനകത്തോട്ടൊരു ഹോൾ എപ്പോഴും തുറന്ന് കിടക്കുക. നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, കൈ ഒടിഞ്ഞ് എല്ല് പുറത്തിരിക്കുക, നിങ്ങൾ എത്ര നേരം അത് വെച്ചുകൊണ്ടിരിക്കും? പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ആവും. യാ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇംപ്ലാന്റ്സിനെ പറ്റിയിട്ട് ആൾക്കാർ ഇത് നെവർ 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 ഡു ഇംപ്ലാന്റ് എന്നുള്ള ഒരു വലിയ സമൂഹം ആൾക്കാർ പറയുന്നുണ്ട്. നമ്മളുടെ മെഡിക്കൽ ഫീൽഡ് എത്ര വലുതായെന്ന് മിക്കവാറും പേർക്കും ഇപ്പോഴും അറിയില്ല. ഫോർ കോമൺ മാൻ എല്ലാവരും ഡെന്റിസ്റ്റ് ആണ്. അതെ. ആൻഡ് കോമൺ മാനിന്റെ വിചാരം എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയും. ഒരു ആളുടെ പല്ല് റൂട്ട് കനാൽ ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പേഷ്യൻ്റ് റൂട്ട് കനാൽ വരെ കാത്തിരുന്നു എന്നാണ്. നമ്മളുടെ നാട്ടിൽ ഡെൻ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, ഇല്ല. സീറോ. എക്സാക്ട്ലി. ഇപ്പോഴും ആൾക്കാർ കഴിച്ചു കഴിഞ്ഞ് ഇപ്പോഴും ഹോട്ടൽസിന്റെ മുന്നിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടുണ്ട്. Yeah. That should be made illegal. അതെ അല്ലേ? അതെ ടൂത്ത് പിക്ക് should be made illegal. അതെ. ഡെന്റിസ്റ്റുകളുടെ ഒരു പരിപാടിയും മെഡിസിൻ വെച്ച് മാറ്റാൻ പറ്റത്തില്ല. Procedures only. യെസ്. രാത്രിയാണ് ബ്രഷ് ചെയ്യേണ്ടത്, രാവിലെ അല്ല. രാത്രി ബ്രഷ് ചെയ്യുകയും രാവിലെ ഒന്ന് ഫ്രഷൻ അപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇറ്റ് ഷുഡ് ബി ഒരു എല്ലാ മലയാളികളുടെയും ഡേ ടു ഡേ നോർമൽ ലിറ്ററസിയുടെ ഭാഗമാവണം എന്നുള്ളതാണ്. അതെ.